നമസ്കാരം. ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അയ്യപ്പ സംഗമം ചർച്ച ചെയ്തത്. ശബരിമല മാസ്റ്റർ പ്ലാൻ, തീർത്ഥാടക ടൂറിസം, തിരക്ക് നിയന്ത്രണം എന്നിവയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ചർച്ച ചെയ്തത്. കോടികൾ ചെലവഴിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. ശബരിമലയിലുണ്ടായ തിക്കിലും തിരക്കിലും നിയന്ത്രണങ്ങൾ പാളിയതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. ഏകോപനം ഉണ്ടായില്ലെന്നും 6 മാസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതായിരുന്നില്ലേ എന്നും ഹൈക്കോടതി വിമർശിച്ചു. തീർത്ഥാടന കാലത്തെ സർക്കാർ കുഴപ്പത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമലയിലേത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കഠിനം സർക്കാർ എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി തൗഫീഖ് രാജൻ, ഇടതു നിരീക്ഷകൻ LR വിനയേന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവരാണ് അതിഥികൾ. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപായി ആദ്യം ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം അയൽ സംസ്ഥാനക്കാരായ ആളുകളും എത്തിയിരുന്നു. പിന്നീട് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം ഇവിടെ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം സാധാരണ വാർഡ്, കോർപ്പറേഷനിലെ ചെറിയൊരു വാർഡ്, അവിടെ ആദ്യമായി മത്സരിക്കാൻ വന്നൊരു സ്ഥാനാർത്ഥി അവർ സംസ്ഥാന ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ഈ പരാതിയാണ്. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. വളരെ സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. ഇനി പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ടത് ഞാനല്ല, നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഇവിടെയുണ്ട്. ഹൈക്കോടതിയിൽ നമുക്ക് സീനിയർ ലോയറായിട്ട് പ്രിയപ്പെട്ട ജോർജ് അങ്ങോട്ട് മാറുന്നു കേട്ടോ. ജോർജ് പൂന്തോട്ടം സാറായിരുന്നു. പിന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് മൃദുലേട്ടനും അഖിലേട്ടനും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. പിന്നെ റഹ്മാൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മൃദുലേട്ടൻ പറയും, ഞാൻ ബാക്കി ഒന്നും പറയാൻ തന്നെ ഇല്ല. വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നുള്ള ഏറ്റവും പുതിയ തീരുമാനം വന്നിരിക്കുന്നു. സത്യം ജയിക്കുമെന്നാണ് വൈഷ്ണ പറഞ്ഞത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒന്നായിരുന്നു ഇത്തരത്തിൽ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും CPMന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് പുതിയ തീരുമാനം. കുട്ടടയിൽ വൈഷ്ണ തന്നെ സ്ഥാനാർത്ഥി. ഇനി വൈഷ്ണ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാവുകയാണ്. വൈഷ്ണയ്ക്ക് മത്സരിക്കാമെന്നുള്ള ഏറ്റവും പുതിയ തീരുമാനങ്ങളാണ് പുറത്തു വന്നത്. കുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ. വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വൈഷ്ണയ്ക്കെതിരെ നടപടി വന്നത്. വൈഷ്ണ നിയമപരമായി കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വന്നിരിക്കുന്നു. വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നുള്ളതാണ്. ദുരൂഹത സൂചിപ്പിച്ച ഉത്തരവാണ് പുറത്തു വന്നത്. വളരെ പെട്ടെന്ന് പരിഗണിക്കണം എന്നുള്ള ശക്തമായ രീതിയിലാണ് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടത്. വളരെ സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. ഇനി പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ടത് ഞാനല്ല, നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഇവിടെയുണ്ട്. ഹൈക്കോടതിയിൽ നമുക്ക് സീനിയർ ലോയറായിട്ട് പ്രിയപ്പെട്ട ജോർജ് അങ്ങോട്ട് മാറുന്നു കേട്ടോ. All the best.
ജോർജ് പൂന്തോട്ടം സാറായിരുന്നു. പിന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് മൃദുലേട്ടനും അഖിലേട്ടനും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. പിന്നെ റഹ്മാൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മൃദുലേട്ടൻ പറയും. ഞാൻ ബാക്കി ഒന്നും പറയാൻ തന്നെ ഇല്ല. ഏതായാലും വൈഷ്ണയ്ക്ക് മത്സരിക്കാമെന്നുള്ള പ്രതികരണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ LR വിനയേന്ദ്രൻ അദ്ദേഹമുണ്ട്. ശ്രീ LR വിനയേന്ദ്രൻ, നമ്മുടെ വിഷയം ഇതല്ല, എന്നിരുന്നാൽ കൂടിയും ഈ വൈഷ്ണയ്ക്ക് മത്സരിക്കുക അത് CPM-നേറ്റ ഒരു കനത്ത തിരിച്ചടിയായി തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? ഇല്ല, അത്തരത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ കഴിയുമോ എന്ന് അറിയില്ല ശ്രീ ബിനു. കാര്യം ഒരു പരാതി വന്നു. ആ പരാതിയുടെ നിജസ്ഥിതി പരിശോധിച്ചിട്ട് കോടതി ആ കുട്ടിക്ക് മത്സരിക്കാനുള്ള യോഗ്യത കൊടുക്കുകയാണ്. അതിൽ CPM ഇടപെട്ട് ഒരു സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമൊന്നും നടന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലകളൊക്കെ വഹിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എവിടെ നിന്നാണ് എന്ന് ശ്രീ ബിനുവിന് അറിയാമല്ലോ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വോട്ടർ പട്ടിക വിവാദമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടിയുടെ വോട്ടർ കോടതി അങ്ങനെയല്ല പറഞ്ഞത്. കോടതി പറഞ്ഞത് ഒരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയുടെ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് ശരിയല്ല, വളരെ പെട്ടെന്ന് പേര് ചേർക്കണം എന്ന രീതിയിൽ ശക്തമായ താക്കീതോടുകൂടിയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇത് ഇത്രയധികം CPM-ൻ്റെ ഭാഗത്ത് ഈ ഭരണത്തിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തിയൊരു ക്രമക്കേടാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയധികം വാർത്താ പ്രാധാന്യവും ഈ വാർത്തയ്ക്ക് ലഭിച്ചത്. ഇല്ല ശ്രീ ബിനു, ഇവിടെ ഉദ്യോഗസ്ഥരാണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോടുണ്ടായ അനുഭവം നമുക്കറിയാം. അപ്പോൾ ഇതിൽ വരുന്ന ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ശ്രീ ബിനു. കാര്യം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ഞാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാദേശികമായ സർക്കാരുകളുടെ തിരഞ്ഞെടുപ്പിൽ തൻ്റെ പേരുണ്ടോ എന്ന് പലപ്പോഴും പലരും നോക്കാറില്ല. അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു കുട്ടിയാണ്, ഇപ്പോൾ എത്രയോ വാർഡുകളുണ്ട് അല്ലേ? 100-ൽ പരം വാർഡുകളുള്ളിടത്തൊക്കെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള അത്തരത്തിലൊന്നും കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സാംസ്കാരിക കേരളത്തിൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് അറിഞ്ഞുകൂടാത്തവരൊന്നും അല്ലല്ലോ ഈ രാഷ്ട്രീയ തലത്തിൽ നിൽക്കുന്നവരൊക്കെ. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും വളരെ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിലും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഈ ദുരൂഹത കോടതി സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ അത് ഒരു ഈ കേസ് ഫയൽ ചെയ്ത ആളിൻ്റെ ഒരു നിലപാട് അത് ചിലപ്പോൾ കോടതി സൂചിപ്പിക്കാമല്ലോ. അതെല്ലാം ഇപ്പോഴും കോടതി ആ കാര്യത്തിൽ ഈ നിയമപ്രകാരമല്ലാതെയുള്ള അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളല്ലാതെ വാക്കാൽ കോടതി ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ ശ്രീ ബീനു. ഇപ്പോൾ റോഡിൻ്റെ കുണ്ടും കുഴിയും ഞങ്ങളെയും കൊല്ലാൻ വേണ്ടിയാണോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ ഇത് എന്താണ്, കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് മാനിക്കപ്പെടുന്നില്ല രാഷ്ട്രീയക്കാരടക്കം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയമുണ്ട് ശബരിമല സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗമാണല്ലോ, ന്യായാന്യായങ്ങളുടെ ഭാഗത്ത് ന്യായത്തിൻ്റെ ഭാഗത്താണ് കോടതികൾ എന്ന് വിശ്വസിക്കുന്നതാണ്. അതല്ലോ നമ്മുടെ നിയമസംഹിത എന്ന് പറയുന്നതാണല്ലോ എന്തായാലും നീതിയുക്തമായൊരു അല്ല, തീർച്ചയായും കോടതിയുടെ നിരീക്ഷണം അങ്ങ് പറഞ്ഞതുപോലെ ജനാധിപത്യ രാജ്യത്ത് ഒരു കുട്ടിക്ക് മത്സരിക്കാനുള്ള തടസ്സം നിൽക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന കോടതിയുടെ വലിയ താങ്കളിലേക്ക് വരാം. തൗഫീഖ് രാജനും NM പിയേഴ്സണും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം തൗഫീഖ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഇപ്പോൾ വന്നത്. അതായത് വൈഷ്ണയ്ക്ക് മത്സരിക്കാം, ആദ്യ നിയമ പോരാട്ടത്തിൽ തന്നെ വൈഷ്ണയ്ക്ക് വിജയം, CPM-നേറ്റ കനത്ത തിരിച്ചടിയായി തന്നെ ഇതിനെ വിലയിരുത്താം. എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യം അതിനെക്കുറിച്ചൊരു പ്രതികരണം. ഞങ്ങളുടെ KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷയും തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിയുമായ വൈഷ്ണവിയുടെ ആദ്യ നിയമ പോരാട്ടത്തിൽ
വൈഷ്ണവ് വളരെ കൃത്യമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ കൃത്യമായി സന്തോഷം നൽകുന്ന ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഒരു വലിയ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം അത് വൈഷ്ണവിയുടെ ഈ മത്സരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ്. സത്യത്തിൽ മുട്ടടയിൽ മുട്ടിടിച്ച CPM-ന് വീണ്ടും ഒരു ആഘാതം കൂടി വൈഷ്ണവിയുടെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ CPM-ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല, CPM-ന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 22ഓളം ഒരേ വീട്ടു നമ്പറിൽ തന്നെ 22ഓളം ആളുകൾ ചേർക്കപ്പെട്ട ഒരു വീട്ടിലെ കേൾക്കാമോ കേൾക്കാം പെട്ടെന്ന് പറഞ്ഞോളൂ. ഇത് ചർച്ച ചെയ്തല്ലോ. അതായത് ചുരുക്കത്തിൽ ഇത്ര മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 22ഓളം പേരാണ്, അതായത് മുട്ടടയിൽ വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥിയല്ല, CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമുണ്ട്. ആ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ വീട്ടു നമ്പറിന്റെ പേരിൽ 22ഓളം പേരുകളാണ്, ഇല്ലെങ്കിൽ 22ഓളം ആളുകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് എന്നുള്ളത് അടക്കം നാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. കേരളത്തിൽ ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP നടപ്പാക്കുന്ന SIR-ന്റെ മറ്റൊരു ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ CPM നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വൈഷ്ണവിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ അവർ ഇംപ്ലിമെന്റേഷൻ നടത്താനായി ആഗ്രഹിച്ചത്. സത്യത്തിൽ വല്ലാത്ത രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീ ശബരിനാഥൻ നയിക്കുന്ന പാനലിൽ വൈഷ്ണവ് അടക്കമുള്ള യുവ സ്ഥാനാർത്ഥികളുടെ കരുത്തുണ്ട്. പരിചയസമ്പന്നരായ നേതാക്കളുടെ അനുഭവ സമ്പത്ത് കോർത്തിണക്കിക്കൊണ്ട് ഒരു മികച്ച പട്ടിക തുടക്കത്തിൽ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തിലും അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ അടക്കം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിൽ ഒരു വലിയ വിധിയെടുത്ത് നടക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്ഥാനാർത്ഥികളെ എങ്ങനെയെങ്കിലും അയോഗ്യരാക്കുക എന്നുള്ളതായിരുന്നു CPM അജണ്ട. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ ആൾ വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒറ്റ പോയിന്റ് കൂടി, അതായത് വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുക്കുന്നത് ഒക്ടോബർ മാസം 31-ാം തീയതിയാണ്. അതായത് ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് വൈഷ്ണവിയുടെ സ്ഥാനാർത്ഥിത്വം ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വൈഷ്ണയ്ക്കെതിരെ നവംബർ മാസം 5-ാം തീയതി പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് പ്രചരണ പ്രവർത്തനത്തിൽ അതിവേഗ ബഹുദൂരം മുന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായപ്പോഴാണ്, വൈഷ്ണവ് വിജയിക്കുമെന്നുള്ള പശ്ചാത്തലം ഉണ്ടായപ്പോഴാണ് വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സത്യത്തിൽ പൊതുജനത്തിന്റെ വികാരം വൈഷ്ണയ്ക്ക് അനുകൂലമാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ ഇടപെടൽ തികച്ചും സ്വാഗതാർഹമാണ്. ഇന്ന് ശുഭകരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഏതായാലും ശുഭകരമായ ഒരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത്. NM പിയേഴ്സൺ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം ഈ വിഷയത്തിൽ ചോദിച്ച ശേഷം ഞാൻ ചർച്ചയുടെ വിഷയത്തിലേക്ക് കടക്കാം. ശ്രീ NM പിയേഴ്സൺ, അതിശക്തമായ നീതിയുടെ വിജയം, വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ചേർക്കണം, സ്ഥാനാർത്ഥി ആക്കണം, ആദ്യ നിയമ പോരാട്ടത്തിൽ തന്നെ വൈഷ്ണയ്ക്ക് വിജയം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു പ്രതികരണം. അല്ല, ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവെയുള്ള ഒരു വൈകല്യമുണ്ട്. അത് CPM-നുണ്ട്, കോൺഗ്രസിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിച്ചാൽ അയാൾക്ക് എതിരെ അവരെന്നെ നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ഉള്ള ഒരു കുശുമ്പ് മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കണ്ടെത്തി അത് കേസാക്കി കൊണ്ടു നടക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ കരുതേണ്ടത് രാഷ്ട്രീയത്തിലെ വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുശുമ്പ് വിജയങ്ങളല്ല. പകരം വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിഷയങ്ങൾ അവതരിപ്പിച്ച് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് വോട്ടില്ലെങ്കിൽ ആ വോട്ടില്ലെന്ന് കണ്ടെത്തേണ്ട ചുമതല യഥാർത്ഥത്തിലെ ആ കുട്ടിയുടെയും അതുപോലെ ആ കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒക്കെയാണ്. അവരത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരെ ശ്രദ്ധിക്കാതിരിക്കുന്നു, മറ്റവർ നോക്കി നടക്കുകയാണ് കുശുംബന്മാർ. അതുകൊണ്ട് അവര് പോയി കണ്ടുപിടിച്ചു, എന്നിട്ട് കേസ് കൊടുത്തു. അതിൽ കൂടുതൽ ഇതിന് യാതൊരു പ്രാധാന്യം ആ കാര്യത്തിനില്ല. ഈ അവരന്മാരെ നിർത്തുന്ന പരിപാടി മുതേനെയാണ്. മത്സരിച്ച് ജയിച്ചപ്പോൾ ഇപ്പൊ സുധീരനെയൊക്കെ തോൽപ്പിച്ച കാര്യം നമുക്കറിയാം. സുധീരനെ അതുപോലെ തന്നെ CPM-ന്റെ ആളുകളൊക്കെ തോറ്റിട്ടുണ്ട് അവരന്മാരാണ്. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർത്തിക്കൂടെ? എന്തിനാണ് ഇവ പണിയാണ്ട് നടക്കുന്നത്? ഇതൊക്കെ ഒടിവിദ്യകൾ മാത്രമാണ്. ജനാധിപത്യത്തിന്റെ ശരിയായിട്ടുള്ള രീതികളിൽ പ്രവർത്തിക്കുമ്പോൾ വോട്ട് ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള രീതി. ഇവിടെ കോടതി എടുത്ത സമീപനം വളരെ സ്വീകാര്യമാണ്. എല്ലാവരും അങ്ങനത്തെ ഒരു നയത്തിലേക്ക് വരുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ NM പിയേഴ്സൺ. നമുക്ക് ചർച്ചയിലേക്ക് കടന്നു വരാം. ശ്രീ LR വിനയേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഈ ശബരിമല പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശബരിമല 1-ാം പിണറായി സർക്കാരിൻ്റെ കാലം തൊട്ട് ശബരിമല
വലിയ പ്രതിസന്ധി പിണറായി സർക്കാരിന് ഉണ്ടാക്കുന്നത് അല്ല, അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതായത് നമുക്കറിയാം 2019 ശബരിമലയിൽ യുവതികളെ കയറ്റാൻ കോടതി വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അർദ്ധരാത്രിയിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യുവതികളെ തലയിൽ മുണ്ടിട്ട് അവിടെ ദർശനം നടത്തുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഈ റോക്കറ്റ് വിക്ഷേപണം നടത്തിയ ശേഷം അതിൻ്റെ ശേഷം വന്ന് അഭിസംബോധന ചെയ്യും ജനങ്ങളെ. ഞങ്ങളുടെ റോക്കറ്റ് വിക്ഷേപണം വലിയ വിജയമായിരുന്നു എന്നതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പറയുകയാണ്, ഞങ്ങൾ ഇത്തരത്തിൽ യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചു, സുപ്രീം കോടതി വിധി നടപ്പാക്കി എന്ന ഒരു ക്രെഡിറ്റോടുകൂടി ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നീടുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അടപടലം പൊട്ടി. 19 സീറ്റിലും UDF വൻപിച്ച വിജയം കരസ്ഥമാക്കി. പണി പാളി എന്ന് പിണറായി വിജയൻ മനസ്സിലായി. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞു, 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന പ്രസ്ഥാനമല്ല CPM എന്ന് പറഞ്ഞു. പിന്നീട് കാണുന്നത് മലക്കം മറിച്ചിലുകളുടെ കാലം. അതിനുശേഷം ഇപ്പോൾ വലിയ ശബരിമല ഭക്തനായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയി പറയിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന്. അത്രയധികം മലക്കം മറിഞ്ഞ് നിലപാടുകൾ മാറ്റി ആഗോള അയ്യപ്പ സംഗമം കൊട്ടിഘോഷിച്ച് നടത്തി. ആളില്ലാ സംഗമമായി മാറുന്നു. അതിനുശേഷം അദ്ദേഹം അന്ന് പറഞ്ഞ ഡയലോഗാണ് നമ്മൾ ആദ്യം കേൾപ്പിച്ചത്. അതായത് ശബരിമലയിൽ ഇത്തവണ ഭക്തർക്ക്, വിശ്വാസികൾക്ക് സുഗമമായ ഒരു ദർശനം. ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. അവിടെ ആളുകൾക്ക് കയറാൻ കഴിയുന്നില്ല. 16 മണിക്കൂർ ക്യൂ. അതോടൊപ്പം തന്നെ പമ്പയിൽ വൃത്തിഹീനമായ സാഹചര്യം, ടോയ്ലറ്റുകളില്ല, കുടിവെള്ളം കിട്ടുന്നില്ല, മുകളിൽ ചെന്ന് ദർശനം നടത്താൻ പറ്റുന്നില്ല, കുറേ പേർ മാല അഴിച്ച് പോകേണ്ട സാഹചര്യം, മറ്റു ചിലർക്ക് കുട്ടികളുമായി കിടന്ന് ബുദ്ധിമുട്ടുന്ന സാഹചര്യം, അരവണ അപ്പം എന്നിവ ലഭിക്കുന്നില്ല. ഒരു തൃപ്തിയില്ലാത്ത മണ്ഡലകാലത്തിലേക്ക് എത്തിച്ചു. എന്തുകൊണ്ടാണ്? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നപ്പോൾ അതിനെ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി ഒരു വശത്ത് അതിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മന്ത്രി പറയുന്നത് എന്താണ്? പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകൊണ്ട് ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ കഴിയുന്നില്ലെന്ന്. പെരുമാറ്റച്ചട്ടം വന്നിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ ഇതൊരു വല്ലാത്തൊരു ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടം സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയേണ്ടി വരും. എങ്ങനെ വിലയിരുത്തുന്നു? ശ്രീ ബിനു, ഇവിടെ അങ്ങ് പറഞ്ഞു വച്ചതുപോലെ നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാവർക്കും വിശ്വാസമുള്ള, അല്ലെങ്കിൽ എല്ലാവരും സ്നേഹബഹുമാനത്തോടെ കാണുന്ന ജയകുമാർ സാറാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹം ഇന്നലെ ഇരിക്കുന്നതല്ല അവിടെ ഇരുത്തിയത്. അല്ല, അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ പേടിച്ചുപോയി, ഭയപ്പെട്ടുപോയി എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അതിനുവേണ്ടിയുള്ളൊരു ക്ഷമാപണം പോലെ പറയുകയും ചെയ്തു. മുന്നൊരുക്കങ്ങൾ എവിടെയൊക്കെയോ പാളിച്ച പറ്റി എന്നുള്ളത്. ഇവിടെ അങ്ങ് പറഞ്ഞ ഒരു പ്രധാന പ്രശ്നം അവിടെ ഉണ്ട്. കാര്യം ഒരു പക്ഷേ ഈ ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി. അതും കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ആ ശബരിമലയുടെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന സ്വർണം തന്നെയാണോ അവിടെ ഉള്ളത് എന്നുവരെയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽപ്പെട്ട് ഒരുപക്ഷേ കോടതിയുടെ അത്തരത്തിലുള്ള നിരീക്ഷണം കൂടി, ആ കാര്യത്തിലൂടി കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് ചില അങ്കലാപ്പുകൾ ചിലപ്പോൾ മുൻ പ്രസിഡൻറ്റിന് ഉണ്ടായിരുന്നു കാണും. 2, നമ്മൾ കാണേണ്ടത് റിയലായിട്ടുള്ള ക്യൂവിൽ, അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, പിന്നെ അല്ലാതെയുള്ള വെർച്വൽ ബുക്കിംഗ് ഉണ്ട്. ഈ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ, അതായത് കഴിഞ്ഞ വർഷത്തിൽ ഈ 16-ാം തീയതി, അതായത് ഇറക്കുന്നതിൻ്റെ തലേനാൾ വന്ന ഭക്തരുടെ എണ്ണം എന്ന് പറയുന്നത് 40,000 ആയിരുന്നു. ആ 40,000 എന്നുള്ളത് ഇപ്രാവശ്യം അത് 60,000-ത്തോളം, 58,000 സംതിങ് ഭക്തർ 16-ാം തലേനാൾ അവിടെ എത്തുകയാണ്. ഈ 2 നാളുകളിലായി ആദ്യ ദിവസം 17-ാം തീയതി കണക്ക് പ്രകാരം 1,02,000 പേര് ശബരിമലയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രശ്നമുണ്ടായി. ഇവിടെ ഇപ്പോൾ ഈ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ മാത്രമല്ല, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സംഘാടകരുടെ പിഴവ് മൂലം
അങ്ങേക്കറിയാലോ കുംഭമേളയിൽ സംഭവിച്ചത്. അത് 3 ക്യൂ ആയിരുന്നു. നാഗസന്യാസിമാർക്കും അല്ലെങ്കിൽ VIP-മാർക്കും ഒരു ക്യൂ, സാധാരണക്കാരൻ. ശ്രീ ബിനു, ഇവിടെയാണ് നമ്മൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ടത്. ഈ സാധാരണ ജനം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ വോട്ട് വാങ്ങുമ്പോൾ മാത്രം ഈ ഭക്തർ, നമ്മളിപ്പോൾ പറയുന്ന ഈ ഭക്തരും സാധാരണക്കാരുടെ പട്ടികയിലേക്കാണ് അവിടെ പെടുത്തിയിരിക്കുന്നത്. ശ്രീ ബിനു പറയുമ്പോൾ അവിടെയുള്ള ശൗചാലയങ്ങളുടെ കാര്യം വൃത്തിഹീനമായ, ഒരു കാലത്ത് അല്ലെ വെളിം പ്രദേശത്ത് പോയിരുന്ന ഭക്തർ ഇപ്പോഴും അതിനുവേണ്ടി പോകേണ്ടി വരുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം സംജാതമായി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അല്ല ഇത് അല്ലല്ല ഞാനത് പറഞ്ഞു വരുമ്പോൾ എല്ലാം പറയണമല്ലോ ശ്രീ ബിനു. അല്ല, നമ്മൾ വിഷ്വലിൽ കണ്ടതാണ്. നിലയ്ക്കൽ മുതൽ ഈ എരുമേലി വനഭാഗങ്ങളിൽ കിടക്കുന്ന വാഹനങ്ങൾ, അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും അവിടെ വനാന്തരങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ തന്നെ അതിന് തെളിവാണ്. ഈ ക്യൂ ഒക്കെ ഭേദിച്ചുകൊണ്ട് ആളുകൾ 18-ാം പടിക്ക് താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പാച്ചിമേട് മുതലുള്ള ക്യൂ ഉണ്ട്. ഈ ആളുകളെല്ലാം താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കോടതി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രസക്തമായ ചോദ്യങ്ങളാണ്. നിങ്ങൾ 85 90 പേരെ ശബരിമല പടി ചവിട്ടിയേ മതിയാവുള്ളൂ. കോടതി ചോദിച്ച ഒരു ചോദ്യം അതാണ്. അതായത് 40-50 കാര്യം മുൻ വർഷത്തെ പോലെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരല്ല ഇപ്പോൾ നിൽക്കുന്നത്. അത് പരിഗണിക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണേണ്ടതായി വരും. മുന്നേ ഉള്ള ഒരു ചുറ്റുപാടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരല്ല ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അതായത് അവിടെ നിരന്തരം ഡ്യൂട്ടിക്കിട്ട് വളരെ, നമ്മളത് പറയുമ്പോൾ ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഇതൊക്കെ അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇതിനൊക്കെ എത്രയോ സമയങ്ങളുണ്ടായി. പറയുമ്പോഴല്ല, കോടതി നിരീക്ഷിച്ച 2 കാര്യങ്ങളാണ് ശ്രീ ബിനു. ആ കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. ഒന്നെന്താണ്, നിങ്ങൾ 70,000 പേരെ വെർച്വൽ ക്യൂവിലൂടെ നിങ്ങൾ 70,000 പേരെ അവിടെ മല ചവിട്ടിപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ചോദിച്ചത് ശ്രീ ബിനു? കാര്യം അമിതമായ ഭക്തജനങ്ങൾ അവിടെ വന്നെത്തുന്നു എന്ന് കോടതി നിരീക്ഷിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇനി രണ്ടാമത് പറയുന്നത് അതിലേക്കാണ് വരുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്, നിങ്ങൾ 80 85 90 പേരെ 18-ാം പടിയിലൂടെ പിടിച്ചു കയറ്റി അടങ്ങുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഈ വരുന്ന ഭക്തരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, അതായത് ഈ ഭക്തരെ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണ്ടേ. സീസണിൽ മാത്രമല്ലല്ലോ ഇത്ര ആള് അവിടെ എത്ര ഇപ്പൊ UDF സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ ഉള്ള സമയത്ത് അന്നത്തെ സാഹചര്യത്തിൽ രീതിയിലുള്ള കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. കൃത്യമായ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ സ്വർണ്ണപ്പാളിയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അല്ലെങ്കിൽ ഞങ്ങൾ അകത്താകുമോ, ഞങ്ങൾ സ്വർണ്ണപ്പാളിക്ക് വരും ചെമ്പെന്ന് എഴുതി വെച്ചത് കൊണ്ട് പ്രശ്നമാകുമോ എന്നുള്ള ചിന്താഗതി ആയിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നതിൻ്റെ ഭാഗം. ഇപ്പോൾ മന്ത്രി എന്താണ് പറയുന്നത്? ഇത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകൊണ്ട് ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ പറ്റിയില്ലെന്ന്. ഉദ്യോഗസ്ഥ യോഗം ഇപ്പോഴാണോ വിളിക്കേണ്ടത്? എത്രയോ സമയമുണ്ടായിരുന്നു. അല്ലേ, സാധാരണയായി ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് 2 ആഴ്ചയോ 1 ആഴ്ചയോ മുന്നാണ് അവലോകന യോഗങ്ങൾ കൂടാറുള്ളത്. അപ്പോൾ അവലോകന യോഗം കൂടട്ടെ എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തപ്പോൾ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾ അവലോകന യോഗം കൂടുകയോ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ മന്ത്രി എന്നുള്ള നിലയിൽ പ്രത്യക്ഷപ്പെടാനോ പാടില്ല എന്നുള്ള നിഷ്കർഷയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാര്യം എന്താണ്, കമ്മീഷനെ സമീപിച്ചിരുന്നു. ഈ അവലോകന യോഗം കൂടി അവിടെയുള്ള കാര്യം അതൊക്കെ ഇപ്പോഴാണോ ചെയ്യുന്നത്? അല്ല, കോടതി പറയുന്നുണ്ട് 6 മാസം മുമ്പേ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 6 മാസം മുമ്പ് ചെയ്യേണ്ടിയിരുന്നു എന്ന് പറയുമ്പോഴും ശ്രീ ബിനു അതാ പറയുന്നത്, മുൻ വർഷങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആളുകളുടെ എണ്ണം വെച്ചായിരിക്കുമല്ലോ ഒരു മുൻകരുതൽ എടുക്കുക. ആ മുൻകരുതൽ എടുത്തതിനേക്കാൾ ഏറെ ഭക്തജനങ്ങൾ അവിടേക്ക് വന്നെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്കറിയാം, അവർ ഈ ഭക്തിയുടെ ഒരു ഭക്തി മാത്രമല്ല, അവർക്ക് ഈ വ്യക്തി ആരാധനയുമുണ്ട്. നമ്മൾ ഈ വർഷം ഒരു അത്ഭുതം പോലൊന്നും സംഭവിച്ചിട്ടില്ല. എണ്ണം നമുക്കറിയാം, ഈ 1 ലക്ഷം എന്നുള്ള കണക്കൊക്കെ കഴിഞ്ഞ വർഷം ആ 2 ദിവസങ്ങളിലും ഇത്രയധികം തിരക്കുണ്ടായിരുന്നില്ല. ഈ 2 ദിവസം അത് കോടതിയും തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കേന്ദ്രസേന ഇല്ല, കേന്ദ്രസേനയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല, കേന്ദ്രസേന വന്നാൽ ചിലപ്പോൾ നന്നാവും എന്നൊക്കെ പറയുന്നത്. ഏതായാലും താങ്കളിലേക്ക് എത്താം. തൗഫീഖ്, ഇവിടെ ഇപ്പോൾ LR വിനയേന്ദ്രൻ അദ്ദേഹം പറയുന്ന വാദങ്ങളെ ഏത് തരത്തിൽ കാണാൻ കഴിയും? അദ്ദേഹം പറയുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർക്ക് ഭക്തിയുടെ എന്നൊക്കെയാണ് പറയുന്നത്. അമിതമായ ആളുകൾ വരുന്നു എന്നാണ് പറഞ്ഞത്.
അല്ല ഇവിടെ ബിനു, ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് ഇരുമുടിക്കെട്ടേന്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരെ സത്യത്തിൽ അവഗണിക്കുകയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ചുരുക്കത്തിൽ ചെയ്യുന്നത്. ഈ ശബരിമലയിൽ തീർത്ഥാടന കാലത്തിന് മുന്നോടിയായിട്ടുള്ള യാതൊരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്നത് കൃത്യവും വ്യക്തവുമായി അടിവരയിടുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ ശബരിമലയിൽ നിന്നടക്കം പൊതുസമൂഹം കേൾക്കുന്ന വാർത്തകൾ എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. ഇവിടെ മുന്നൊരുക്കങ്ങളുടെ പാളിച്ചയാണ് എന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാറിന് പറയേണ്ടി വരുമ്പോൾ ശബരിമലയെ എന്നുള്ള പുണ്യഭൂമിയെ ഈ സർക്കാർ ഏതെല്ലാം വിധത്തിൽ കുറെ കാലമായി തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന കഥകളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ മനസ്സിലാക്കിയതാണ്. സത്യത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് ശബരിമലയെ തച്ചു തകർക്കുകയും കട്ടുമുടുക്കുകയും എന്നുള്ളതാണ് എന്നാണ് ഈ സംഭവ വികാസങ്ങളിലുടനീളം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ശബരിമലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശബരിമലയോടുള്ള സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായി ഉണ്ടായിരുന്നത് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കാൻ ഇല്ലാത്ത ശ്രമങ്ങളൊക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് യൂണിഫോമിൽ രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയും ഒക്കെ സന്നിധാനത്ത് എത്തിക്കാൻ എത്രത്തോളം ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഈ സർക്കാർ നടത്തിയത് എന്നുള്ളത് നമുക്ക് പൊതുസമൂഹം അടക്കം വ്യക്തമായി വീക്ഷിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനിപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠങ്ങളും അടക്കം കട്ടുമുടിച്ച് വിറ്റുതുലച്ച് അതിൽ നിന്ന് ലാഭം കൈപ്പറ്റി ശബരിമലയിലെ വിശ്വാസികളെ അടക്കം വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതിനിപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്താതെ ഒരു മണ്ഡലകാലം ആരംഭിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സത്യത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി സർക്കാരിന്റെ കപട ഭക്തി എത്രത്തോളമാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. നമ്മൾ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഇരട്ടത്താപ്പ് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതി അടക്കം ചോദിച്ചിട്ടുള്ള പ്രസക്തമായ ചോദ്യം, അതായത് ശബരിമലയിലെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോടതി വളരെ കൃത്യമായി പറയുന്നു, മുന്നൊരുക്കങ്ങളിൽ ഏകോപനം ഉണ്ടായിട്ടില്ല, 6 മാസം മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതല്ലേ എന്ന് ബഹുമാനപ്പെട്ട നീതിപീഠം അടക്കം ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എല്ലാ സർക്കാരുകളുടെ കാലത്തും വളരെ കൃത്യമായ തരത്തിൽ ശബരിമല ഏകോപനം ശബരിമലയിൽ വൃശ്ചിക മാസം ആരംഭിച്ച് ശബരിമല മണ്ഡലകാലം ആരംഭിച്ച ശേഷമല്ല ആരംഭിക്കുന്നത്. അതിന് മാസങ്ങൾക്ക് മുന്നോടിയായി, 6 മാസക്കാലം മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്തേണ്ടതായിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ഉദ്യോഗസ്ഥരുമായി നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പമ്പയിൽ എത്തിയാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനം നിർവഹിച്ചിരുന്നതും വിവിധ യോഗങ്ങൾ വിളിച്ചിരുന്നതുമെന്നും ബഹുമാനപ്പെട്ട ഇടതു നിരീക്ഷകൻ മറന്നു പോകരുത് എന്നുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി അടക്കം സൂചിപ്പിക്കുകയാണ്, ശബരിമലയിലെ ഓരോ സെക്ടറിലും എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാൻ കോടതി ഇന്ന് ദേവസ്വം ബോർഡ് ബെഞ്ചിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. സ്ഥലപരിമിതി ഉള്ളതിനാൽ അതിനനുസരിച്ച് ഭക്തരെ കയറ്റാൻ പാടുള്ളൂ എന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏകോപനം പൂർണ്ണമായും പാളിയെന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ കെടുകാര്യസ്ഥതയ്ക്ക് കാരണം മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർക്ക് ഈ കെടുകാര്യസ്ഥത മൂലം കഴിഞ്ഞ ദിവസം ദർശനം നടത്താതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഇരുമുടിക്കെട്ടേന്തി 18 അമ്പടി ചവിട്ടി ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് തൊഴുതു വണങ്ങി മാളികപ്പുറത്തും ചെന്ന് അവിടെ നിന്ന് ശബരിമലയിലെ വാവര് നടയിലെത്തി അവിടെ നിന്ന് തിരിച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിയാണ് സാധാരണഗതിയിൽ എന്റെ സമീപ പ്രദേശമായ പന്തളത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ അടക്കം എത്തി സാധാരണഗതിയിൽ അയ്യപ്പ ഭക്തർ മടങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷെ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ഇന്നലെ അടക്കം സംഭവിച്ചത് ബിനുവിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ദർശനം ലഭിക്കാതെ മടങ്ങിയ തീർത്ഥാടകർ പന്തളത്ത് പോയി നെയ്യഭിഷേകം നടത്തി മടങ്ങുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ അതെ
ദുഃഖകരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഈ ശബരിമലയിലെ മുന്നൊരുക്കങ്ങളെ കണ്ടത് എന്നുള്ളതല്ലേ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇവിടെ ഞാൻ കൃത്യമായി വിഷയത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർ കുടിവെള്ളം നൽകാൻ പോലും കൃത്യമായിട്ടുള്ള ഏകോപനം ഉണ്ടായിട്ടില്ല. കുടിവെള്ളം പോലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അയ്യപ്പ ഭക്തർക്ക് ലഭിക്കുന്നില്ല. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം സംഭവിച്ചത് 7 മുതൽ 8 മണിക്കൂർ വരെ ക്യൂ നിന്ന് ഭക്തർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യമില്ല. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നീണ്ട ക്യൂ ആണ്. പമ്പയിൽ നിന്ന് അതായത് സന്നിധാനത്തേക്ക് എത്താനാണ് വലിയ നടപ്പന്തൽ വഴി സന്നിധാനത്തേക്ക് എത്താൻ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ ക്യൂ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഈ അയ്യപ്പ ഭക്തർക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനോ ഇല്ലെങ്കിൽ കുടിവെള്ളം വാങ്ങാനോ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. അവർക്ക് കാരണം അവർക്ക് അങ്ങനെ പോയാൽ അവർ നിന്ന പൊസിഷനിലേക്ക് നിന്ന ഭാഗത്തേക്ക് ഈ പോലീസ് സംവിധാനം അവരെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ദേവസ്വം ബോർഡ് ചെയ്തിരുന്നത് ആവശ്യമായ പ്രോപ്പറായ രീതിയിൽ അവർക്ക് ദാഹജലം അടക്കം ലഘുഭക്ഷണം അടക്കം ലഭ്യമാക്കുന്ന ഒരു തീർച്ചയായും ചുക്കുവെള്ളം അടക്കം അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഏകോപനമില്ലായ്മയാണ് ഇതിൽ സംഭവിച്ചത്. കാരണം നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അദ്ദേഹം കാലാവധി നീട്ടി കിട്ടാൻ വേണ്ടി കയറി ഇറങ്ങാത്ത വാതിലുകളില്ലായിരുന്നു. പക്ഷേ ഇത് ഓരോരുത്തരായി വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒക്കെ അകത്താകുന്ന സാഹചര്യം പത്മകുമാർ ഇപ്പോൾ ഒളിച്ചു കളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റൊരു പോംവഴിയില്ല. കാരണം പ്രശാന്തിനെ നീട്ടിക്കൊടുത്താൽ വിശ്വാസ സമൂഹം മുഴുവൻ എതിരാകുമെന്ന് കണ്ടപ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ജയകുമാർ അദ്ദേഹത്തെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം പോലും പറഞ്ഞത് ഭയാനകമായ സാഹചര്യമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ നേരത്തെ ഇപ്പോൾ തൗഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എല്ലാ വിഭാഗങ്ങളെയും ഇപ്പോൾ ഫയർഫോഴ്സ്, പോലീസ്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ അന്ന് ചെയ്തതുപോലെ വളരെ മുന്നേ തന്നെ ഒരു യോഗം നടത്തി അതിൻ്റെ ഏകോപനങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? അല്ല, കഴിഞ്ഞ കൊല്ലം പിണറായി വിജയൻ സർക്കാരായിരുന്നു. കഴിഞ്ഞ കൊല്ലം പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, ഒരു ചർച്ചയും നടക്കാതെ കഴിഞ്ഞ ഒരു തീർത്ഥാടന കാലമായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ. ഉമ്മൻചാണ്ടി സർക്കാരായാലും പിണറായി സർക്കാരായാലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ കൊല്ലം ഉണ്ടായില്ല. കാരണം നമുക്കറിയാം എല്ലാ ആളുകളും സ്വർണ്ണക്കൊള്ളയുടെ പിന്നാലെയാണ്. 2019 അവിടുന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിട്ട് അത് അറിയുന്നത് ഇപ്പോൾ മാത്രമാണ് എന്നതുപോലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ അയ്യപ്പ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ ഭക്തശിരോമണിമാരാണ്. ഭക്തി കൊണ്ട് ഭഗവാനെ കക്കുന്ന ആളുകളായിട്ട് ഇവരെല്ലാം മാറുന്നു. ഇത് ഒരാളുടെ അല്ല, ഒറ്റപ്പെട്ട കാര്യമല്ല. ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്നും ഭക്തിയുടെ പ്രസക്തി എന്താണ് എന്നൊക്കെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവര് അമ്പലവാസികളാണ്. മുരാരി ബാബു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കൊള്ള നടത്തിയെന്ന് പുറത്തറിയുന്നതിന് മുമ്പ് അയാൾ എന്തുമാത്രം വലിയ ഭക്തനായിരുന്നു. അപ്പൊ ഈ ഭക്തന്മാരെല്ലാരും കൂടി ചേർന്നിട്ടാണ് കട്ടുപിടിക്കൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനെ എതിർക്കുന്നതായിട്ടുള്ള കാരണമായിട്ട് വരുന്നത്. അതിനപ്പുറത്തൊന്നും കൊണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. മാത്രം ഒരു സർക്കാർ ഒരു കാരണവശാലും ഭക്തിയുള്ള സർക്കാരാവാൻ പാടില്ല. സർക്കാരിന്റെ ജോലി ഭക്തി പ്രകടമാക്കലല്ല. ഭക്തിയല്ല സർക്കാരിന് വേണ്ടത്. സർക്കാരിന് വേണ്ടത് നീതിപൂർവമായിട്ടുള്ള സമീപനമാണ്, നീതിപൂർവമായിട്ടുള്ള ഒരു ബോധമാണ് അവർക്കുണ്ടാകുന്നത്. ആ ബോധം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മുന്നൊരുക്കം എന്ന് പറയുന്ന ഒരു മണ്ഡലകാലം അവസാനിച്ചാൽ ഉടനെ തുടങ്ങേണ്ട കാര്യമാണ്. 6 മാസമല്ല, അത് 1 വർഷക്കാലം വരെ നീണ്ടു നിൽക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് അവിടെ വേണ്ടത്ര ശൗചാലയങ്ങൾ ഇല്ലാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് എരുമേലി ഭാഗത്തുള്ള കാടുകളുടെ അടുത്ത് വാഹനങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുകയും ആളുകളൊക്കെ കാട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ആരാണ് അതിന് ഉത്തരവാദി? അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ്. ഒരു തർക്കം അക്കാര്യത്തില്ല. അതിൽ തർക്കിണെന്തിനാണ്? അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ തീർത്ഥാടനം നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിന് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപ വരുമാനം ലഭ്യമാകുന്ന ഒന്ന്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങൾക്കും
ഇവിടെ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനത്തിന്റെ പങ്ക് കൊടുത്താൽ മാത്രമാണ് ആ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കാൻ പോലും സാധ്യമായി തീരുള്ളൂ. അത്ര ഗൗരവമേറിയ ഒരു ഭരണ സംവിധാനത്തെ, അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിനെ ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നാലെ പാഞ്ഞു നടന്നതിന്റെ ഫലമായിട്ട് അവർ സമ്പൂർണ്ണമായിട്ട് വിസ്മരിച്ചു കളഞ്ഞു. അങ്ങനെ വിസ്മരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അവതാളത്തിലായി കഴിഞ്ഞത്. കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ആളുകളെ അവിടെ വലിച്ചു കയറ്റുന്നത്? വലിച്ചു കയറ്റാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ശബരിമല സന്നിധാനത്തേക്ക് ഒരു ദിവസം ഇത്ര ആളുകളെ വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശം കർശനമായിട്ടുള്ള രീതിയിൽ പാലിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അവിടെ വരുന്ന പോലീസുകാർ, ഇപ്പൊ പുതിയ പോലീസോ പഴയ പോലീസൊന്നും അല്ല പ്രശ്നം. ശബരിമല എത്തുന്ന പോലീസ് എന്ന് പറയുന്ന പോലീസല്ല, അത് അയ്യപ്പന്മാരാകണം. കാക്കിയിട്ട പോലീസുകാരെ ശബരിമല ക്ഷേത്രത്തിന് ആവശ്യമില്ല. ശബരിമലയിൽ ആവശ്യമുള്ളത് അയ്യപ്പന്മാരാണ്. അയ്യപ്പന്റെ മനസ്സുള്ള, ഭക്തിയുള്ള, അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ഏകോപിതമായിട്ട് പ്രവർത്തിക്കാനും ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യാനും കഴിവുള്ള ആളുകൾ മാത്രമാണ്. ആ ആളുകളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് കൃത്യമായിട്ട് അവരെ കണ്ടെത്തി എത്തിക്കാറുണ്ടെന്നുള്ളത് ശരിയാണ്. അത് എത്തിക്കാത്ത സാഹചര്യത്തിലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിത്തീരുന്നത്. ഇവിടെ ഉണ്ടായ മുഴുവൻ കുഴപ്പത്തിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും അതേപോലെ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ള സർക്കാരുമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ വേറെ സർക്കാരുമായിട്ടും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഒരു വർഷം പോലും എടുത്താൽ ആ വർഷം സംഭവിക്കുന്ന എല്ലാവിധമായിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഉത്തരവാദിത്വം അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കാണ്. ഇപ്പൊ ജയകുമാർ സാർ എത്തി, ശരിയാണ്, ജയകുമാർ സാറും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അമ്പരന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ 1-ാം തീയതി വൃശ്ചികത്തിന് തീർത്ഥാടകർ എത്തുക എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാവുന്നതല്ലേ? അത് എത്രമാത്രമാണ് എന്ന് മുൻകൂട്ടി കാണാനായിട്ട് ഈ വെർച്വൽ ക്യൂയും റിയൽ ക്യൂയും എന്ന് പറയുന്ന സാധനത്തിലേക്ക് കണക്കെടുത്തിട്ട് അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അവർക്ക് അറിയാനായിട്ട് പറ്റും ഇത്ര വരുന്നത്. അതേപോലെ തന്നെ ഈ മലിനീകരണം എന്ന് പറയുന്നത് എത്ര കാലമായി നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ശബരിമലയും അതിന്റെ പരിസരങ്ങളും പമ്പയും ഒക്കെ എത്രമാത്രം വൃത്തിഹീനമായിട്ടാണ് മാറുന്നത്. മനുഷ്യരിങ്ങനെ കൂട്ടമായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊക്കെ സംഭവിക്കും. ഭക്തി കൊണ്ട് മലിനീകരണമൊന്നും ഇല്ലാണ്ടാവില്ല. എത്രമാത്രം ഭക്തി ശിരോമണിയാണെങ്കിൽ പോലും ഇതെല്ലാം പ്രായോഗിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ആ രീതിയിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ പ്രശ്നമാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സർക്കാർ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത്. സർക്കാരിനെ ന്യായീകരിക്കുന്ന എന്ത് കാര്യമില്ലാത്ത ഏത് സർക്കാരാണ് നോക്കി. അതുപോലെ നമ്മൾ ഇതിനകത്തെ രാഷ്ട്രീയത്തോടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ അത് സമൂഹത്തിന് ഉണ്ടാക്കുന്നതായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളതാണ്. തീർച്ചയായും. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ട് പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ പോയി പമ്പയിൽ താമസിക്കട്ടെ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അങ്ങനെ പറ്റുകയുള്ളൂവെങ്കിൽ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞുവല്ലോ ഒരു തർക്കവും ബഹളവും എന്നില്ലാതെ വളരെ സുതാര്യമായി നടന്ന ഒരു മണ്ഡലകാലമായിരുന്നു. അപ്പൊ അത് നടത്താൻ പറ്റാനിട്ടല്ല, നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്താത്തതിന്റെ പേരിലും അതിൽ വൻപിച്ച വീഴ്ച വരുത്തി എന്നുള്ളതിന്റെ പേരിലാണ്. ആ വീഴ്ച തിരുത്തണം. 2-3 ദിവസത്തിനുള്ള ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. അതല്ലാണ്ട് ഈ തീർത്ഥാടന കാലം മുഴുവനും ഇതേപോലെ വെള്ളം കിട്ടാതെ, ശ്വാസം കിട്ടാതെ ആളുകൾ കുഴഞ്ഞു വീഴുന്ന മരിക്കുന്ന തരത്തിലേക്ക് ആൾക്കൂട്ടത്തിന്റെ ഒരു ക്രമീകരണം ഇല്ലാത്ത അവസ്ഥ ഒരു കാരണവശാലും ന്യായീകരിക്കപ്പെടാൻ പറ്റില്ല. യെസ്, എല്ലാർ വിനയേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇവിടെ ഈ ശബരിമലയിൽ ഇത്രയധികം ഭക്തർ വരും അല്ലെങ്കിൽ വിശ്വാസികൾ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശീലനം സിദ്ധിച്ച പോലീസുകാരുണ്ടെങ്കിൽ ഒരേ സമയം പടിയിൽ വളരെ എണ്ണം കൂട്ടി ആളിനെ കടത്തിവിടാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴാണോ തീരുമാനിക്കേണ്ടത്? ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ശ്രീ NM പിയേഴ്സൺ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു മണ്ഡലകാലം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അടുത്ത മണ്ഡലകാലത്തിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പടിയിൽ നിയോഗിക്കേണ്ടവർ അല്ലെങ്കിൽ കേന്ദ്രസേന വേണമെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം നിലയ്ക്കലാണ് പാർക്കിംഗ് സൗകര്യമുള്ള, അവിടെ നിന്ന് പമ്പയിലേക്ക് എത്താനുള്ള KSRTC ബസ് സൗകര്യങ്ങൾ, അതുകൂടാതെ അരവണ അപ്പം കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുക, അതോടൊപ്പം പമ്പയെ മലിനമായി കിടക്കുന്ന പമ്പയെ വൃത്തിയാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോഴാണ്. ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ റിപ്പോർട്ട് തേടാം എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഇല്ല, ഇവിടെ പിയേഴ്സൺ പറഞ്ഞ ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥരല്ല, മറിച്ച് അയ്യപ്പ ഭക്തരായിരിക്കണം എന്നുള്ളതാണ്. അതൊരു പ്രധാന ഘടകമാണ്. കാര്യം എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഏകോപനക്കുറവ്
ജയകുമാർ സാർ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ചതുപോലെ ജയകുമാർ സാറിനും അറിയാം, അദ്ദേഹവും ഭക്തനാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിനും അറിയാം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ അവിടെ ഒരു സ്ഥലത്തേക്ക് ക്രമാതീതമായ കാര്യം എന്ന് പറയുന്നത്, ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ ബിനുവിന് അറിയാമല്ലോ, വനപ്രദേശത്തെ അല്ലെങ്കിൽ വനപാലകരുടെ അടക്കം അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കം അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഏകോപനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അവിടെ ഇന്നലത്തെ ആ വാഹന പാർക്കിംഗ് കണ്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിൽ പരം ഒരു ന്യായീകരണം ആർക്കുമില്ലല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗഭാക്കായി നിൽക്കുന്ന അദ്ദേഹം തന്നെയാണല്ലോ അത് പറഞ്ഞത്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ശൗചാലയങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരെ താൽക്കാലികമായി നിയമിക്കുന്ന നടപടികൾ കൈക്കൊണ്ടപ്പോൾ അതിനുവേണ്ടി വില്ലിങ്ങായ ആളുകൾ ഇവിടുന്ന് പോയില്ല, മലയാളികൾ ആരും എത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ അടുത്ത സ്റ്റേറ്റിലേക്ക് പറയുമ്പോൾ അവരെ പറഞ്ഞു എന്ന് അങ്ങേക്കും തോന്നരുത്, ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് ആളുകളെ 200 പേരെ അടിയന്തരമായി വരുത്താനുള്ള നടപടികൾ കൈക്കൊണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഈ നടപ്പന്തലടക്കമുള്ള തൊട്ട് മുന്നേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെള്ളം കൊടുക്കാനുള്ള, ചുക്ക് കാപ്പി അടക്കം കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങ് പറഞ്ഞതുപോലെ കേന്ദ്രസേനയ്ക്ക് കത്തയച്ചിരിക്കുന്നു. അപ്പോൾ ചുക്കുവെള്ളം കൊടുക്കാനുള്ള താൽക്കാലികമായ ജീവനക്കാരെ എടുക്കുന്നതടക്കം. ഇനി PSN സാർ പറഞ്ഞതുപോലെ റിയൽ ക്യൂ, അത് 7 കൗണ്ടറുകൾ നിലയ്ക്കൽ ആരംഭിച്ചു. നിലയ്ക്കൽ പറഞ്ഞ പോലെ നിലയ്ക്കൽ ഇന്നലെ തന്നെ പലപ്പോഴും നിലയ്ക്കലടക്കം തടസ്സപ്പെടുത്തി. അതുകൊണ്ടാണ് പലരും പ്രതിഷേധമായി തിരിച്ചുപോയി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കൂടി ചെന്ന് 18-ാം പടിയുടെ താഴെ അവിടെ പോയിട്ടുള്ള, ഞാൻ ഒത്തിരി തവണ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ പോകുന്ന എല്ലാവർക്കും അറിയാം 18-ാം പടിയുടെ പൊസിഷൻ, അതിനുള്ള താഴെയുള്ള സ്ഥലം എത്രത്തോളം ഒരു ചെറുതായിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ അറിയാം. അപ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ കോടതിയുടെ അതൊരു വലിയ നിരീക്ഷണമായിരുന്നു. എന്തോ ഭാഗ്യത്തിന്, അല്ലെങ്കിൽ അവിടെ ശബരിമലയെ പറയുകയാണെങ്കിൽ അല്ലേ അയ്യപ്പൻ്റെ ഒരു കൃപ കൊണ്ട് അവിടെ അപകടങ്ങൾ ഒഴിവായി എന്നുള്ള ഒരു കാര്യം അത് ജയകുമാർ സാർ സൂചിപ്പിച്ചിട്ടുണ്ട്. കോടതിയും അത് നിരീക്ഷിച്ചിട്ടുണ്ട്, ആ അപകടങ്ങൾ ഉണ്ടാവാതെ. ഏതായാലും ഈ 2 ദിവസത്തിന് 21-ാം തീയതിക്കകം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന്, അതായത് അടുത്ത ദിവസത്തിന് അടുത്ത വെള്ളിയാഴ്ചയ്ക്കകം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ശ്രീ ബിനു ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ വരുന്നതല്ലേ, പക്ഷേ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ പമ്പയുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് കഴിഞ്ഞാൽ, ഈ മണ്ഡലകാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടന കാലം കഴിഞ്ഞാലും പമ്പാ നദി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ആ വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷമുള്ള പമ്പാ നദിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. പിന്നെ ശൗചാലയങ്ങളെന്ന് പറയുന്നത് PSN സാർ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിച്ച് പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞ കുറേ പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ ഭക്തർ എത്രത്തോളം ശുചിത്വമുള്ളവരായിരിക്കണമെന്ന്. ഇപ്പോൾ അദ്ദേഹം സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പറഞ്ഞു, ഭക്തരാണ് എങ്കിൽ അത് ചെയ്യുമോ എന്നുള്ള വലിയ ചോദ്യം മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഈ ഭക്തരായി എത്തുന്നവർ അവിടെ വൃത്തിഹീനമാക്കി മാറ്റുന്ന അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിരോധാഭാസം എന്ന് തോന്നുന്ന തരത്തിലേക്ക് ചർച്ചകളെ കൊണ്ട്. ഏതായാലും ശ്രീ ബിനു, ഒരു കാര്യം കൂടി, ഈ കഴിഞ്ഞ വർഷം എല്ലാം ഭംഗിയായി നടന്നു എന്ന് ഇരുവരും പറഞ്ഞു. ആ കഴിഞ്ഞ വർഷവും ഇദ്ദേഹമായിരുന്നു ഈ വിമർശനത്തിന് പാത്രമാകുന്ന അദ്ദേഹം തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കവേ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ചില വ്യക്തിപരമായ കേസുകൾ കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നതല്ല, ഇതിപ്പോ അദ്ദേഹവും അല്ലല്ലോ ഇവിടെ പ്രസിഡന്റ്. പ്രസിഡന്റ് K. ജയകുമാറാണ്. ഇതുവരെ വന്നിട്ടില്ല. അല്ല, മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വീഴ്ച. ഏതായാലും തൗഫീഖ്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാദമുഖങ്ങളെ എങ്ങനെ കാണാം? വിനു, സത്യത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ശബരിമലയിലെ തീർത്ഥാടന കാലം, മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കേരളം ഭരിക്കുന്ന നിലവിലത്തെ സർക്കാർ, അതായത് നിലവിലത്തെ ദേവസ്വം ബോർഡ്, അതായത് ജയകുമാറിന് മുൻപ് ഇരുന്ന ദേവസ്വം ബോർഡ് ആകട്ടെ, ഇപ്പോൾ ശ്രീ ജയകുമാറിന്റെ ദേവസ്വം ബോർഡ്, അദ്ദേഹം ചുമതല 8 ദിവസങ്ങളെ ആവുന്നുള്ളൂ. പക്ഷേ 6 മാസങ്ങൾക്കപ്പുറത്തേക്ക് ആരംഭിക്കേണ്ട മുന്നൊരുക്കങ്ങളാണ്. ഇവിടെ വളരെ കൃത്യമായി പറയാം എന്തുകൊണ്ട് പാളിച്ച സംഭവിച്ചു, എങ്ങനെയാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ എവിടെയാണ് കോട്ടം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ സന്നിധാനത്ത് നടപ്പന്തലിൽ വലിയ ഭക്തജന തിരക്ക് അത് അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ പോലും ഈ തിരുമുറ്റത്തും ഫ്ലൈ ഓവറിലും സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട കാഴ്ച എന്നുള്ളത് ഭക്തജന തിരക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 1 മിനിറ്റിൽ ഇവിടെ സൂചിപ്പിച്ചു 70 മുതൽ 80 വരെ, ഇല്ലെങ്കിൽ 85 ആളുകൾ വരെയാണ് 18-ാം പടി ചവിട്ടി ഫ്ലൈ ഓവറിലേക്ക് എത്തേണ്ടത്. പക്ഷെ ഇന്നലെ ഉണ്ടായത് 50 പേര് മാത്രമാണ്
പെർ മിനിറ്റിൽ, അതായത് 1 മിനിറ്റിൽ 18 പടി ചവിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പമ്പയിൽ തങ്ങിയവർ മരക്കൂട്ടത്തേക്ക് വന്ന് അവിടെയും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ കാത്തിരിപ്പ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ നീണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ മരക്കൂട്ടത്തെ ക്യൂവിൽ നിന്ന് ഭക്തർ പുറത്തിറങ്ങി വനത്തിനുള്ളിലൂടെ ചെന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി ജീപ്പ് റോഡ് ഭാഗത്തെത്തി. സാധാരണയായി ഇത്തരത്തിൽ ഈ ജീപ്പ് റോഡ് ഭാഗത്തെത്തുന്നവരെ തടഞ്ഞു നിർത്തി ശരംകുത്തിയിൽ വരുന്ന പ്രധാന ക്യൂവിലേക്ക് കടത്തി വിടുന്നതിന് പകരം ഈ ബെയിലി പാലം വഴി കടത്തിവിട്ടതടക്കമാണ് ഈ തിരക്ക് നിയന്ത്രണാതീതമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാധാരണ രീതിയിൽ ഈ ബെയിലി പാലത്തിലൂടെ വന്നവർ താഴെ തിരുമുറ്റത്ത് തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയം തന്നെ വലിയ നടപ്പന്തലിലേക്ക് ബാരിക്കേഡിന് പുറത്ത് കൂട്ടമായി വന്നവരെല്ലാം കൂടി ബാരിക്കേഡിനുള്ളിലേക്ക്, അതായത് ബാരിക്കേഡിനുള്ളിലെ പ്രധാന ക്യൂവിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിലാണ് കുട്ടികൾ അടക്കമുള്ളവർ ഞെങ്ങിഞ്ഞെരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉദാഹരണം പറഞ്ഞാൽ 50 പേര് നിൽക്കേണ്ട ഒരു ക്യാബ്, ആ ക്യാബിൽ 100 പേർ കയറിയാൽ ഇങ്ങനെ ഇരിക്കും. ആ സാഹചര്യമാണ് സത്യത്തിൽ ഇന്നലെ അടക്കം ശബരിമലയിൽ സംഭവിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അനിയന്ത്രിതമായ ഇത്തരത്തിൽ തിരക്കുണ്ടായപ്പോ വിരലിലെണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ഈ സമയത്ത്, പോലീസുകാരല്ല പോലീസ് സ്വാമിമാരാണ് സന്നിധാനത്ത് ഈ മണ്ഡലകാലത്തിൽ ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള പോലീസ് സ്വാമിമാർ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കിയപ്പോൾ സംഭവം വലിയ വിവാദമായപ്പോഴാണ് പിന്നീട് പോലീസുകാരെ അടക്കം പോലീസ് സ്വാമിമാരെ സന്നിധാനത്തേക്ക് മരക്കൂട്ടത്തേക്ക് അടക്കം വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ വലിയ മുന്നൊരുക്കങ്ങളിലെ പാളിച്ചയുണ്ടായി. സത്യം പറഞ്ഞാൽ ബിനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശബരിമലയിൽ ചരിത്രത്തിൽ ആദ്യമായി ദേവസ്വം ജീവനക്കാർ പട്ടിണിയിലാവുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പെങ്ങും ബിനു കേട്ടിട്ടുണ്ടോ? ഇവർ ഭക്ഷണം കഴിക്കാൻ അന്നദാന മണ്ഡപത്തിൽ ശരണം പ്രാപിക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ ബിനുവിന് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം. അവരുടെ മെസ്സിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. സത്യത്തിൽ ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് ചേർന്ന് പ്രവർത്തിക്കുന്ന ദേവസ്വം മെസ് ഉണ്ട്. ആ ദേവസ്വം മെസ് 2 കിലോമീറ്റർ അകലെയുള്ള അന്നദാന മണ്ഡപത്തിലേക്ക് മാറ്റിയത് ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഏകോപനമില്ലായ്മയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ കടകളില്ല വേണ്ടത്ര, കാരണം ഇതിൻ്റെയൊക്കെ ലേലത്തുകയും മറ്റുമൊക്കെ വളരെ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കടകളില്ല. അതുകൊണ്ട് ഈ ക്രമാതീതമായ വിശ്വാസികൾ അവിടേക്ക് എത്തുന്നു, അവർക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ പലരും സൂചിപ്പിച്ചത് ഈ കടകളിൽ ഗൂഗിൾ പേ ഇല്ല. ഇപ്പോൾ ഗൂഗിൾ പേ സംവിധാനങ്ങളൊക്കെ ആണല്ലോ ഉള്ളത്, പൈസ തന്നെ നൽകണം. അപ്പോൾ പൈസയ്ക്കായി ഇവർ നെട്ടോട്ട് മൂടി അവിടെ ATM കൗണ്ടറിൽ ചെല്ലുമ്പോൾ ATM-ൽ പൈസ ഇല്ല. അപ്പോൾ എല്ലാവിധത്തിലും ഈ പറഞ്ഞതുപോലെ അവിടെ ATM കൗണ്ടറുകളിൽ പൈസ ഉറപ്പാക്കണം, അരവണ അപ്പം കൗണ്ടറുകളുടെ എണ്ണം തിരക്ക് കൂടുതലാണ്, അത് കൂട്ടണം, വെള്ളം ലഭിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതെ പോകുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും അല്ലേ? അല്ല, നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു വലിയ ഒരു ക്രൗഡ് മാനേജ്മെന്റിന്റെ പ്രശ്നമാണല്ലോ. അത് ഈ ഒരു കൊല്ലത്തെ പ്രശ്നമല്ല, നിരവധി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നവുമാണ്. ഇത്രമാത്രം ആളുകൾ വരുമ്പോൾ അവരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ദുരന്തം വലുതാണ്. കുംഭമേളയിലൊക്കെ പലരും ഈ തിക്കിലും തിരക്കിലും ചവിട്ട് കൊണ്ടുമൊക്കെ മരിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. അത് അത്രത്തോളം ആളുകളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഇവിടെ വരുന്ന ആളുകൾക്ക് പക്ഷെ പടർന്ന് നിറയാൻ ഉള്ള സ്പേസ് വളരെ കുറവാണ് അവിടെ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് ഓരോ ഭക്തനും അവിടെ എത്തുമ്പോൾ അയാൾ എവിടെയാണ് സ്പോട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് പഠിച്ച് അതിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് പരാതികളില്ലാതിരിക്കുള്ളൂ. മാത്രമല്ല, എന്തിനാണ് ആളുകൾ ശബരിമലയിലേക്ക് വരുന്നത്? അവരുടെ ഭക്തി ഏറ്റവും സ്വാർത്ഥകമായ രീതിയിൽ സാക്ഷാത്കരിക്കപ്പെട്ട് ആത്മസായുജ്യം അടയുന്നതിന് വേണ്ടി വരുന്ന ആളുകൾ അവിടെ നിന്ന് അലറിക്കരഞ്ഞും പൊട്ടിക്കരഞ്ഞും പൊട്ടിത്തെറിച്ചും ഒക്കെ പോകുന്ന തരത്തിലേക്ക് മാറ്റുന്നതിൽ എന്ത് സംതൃപ്തിയാണ് ഒരു ഭരണകൂടത്തിന് ഉണ്ടാവുന്ന ഞാൻ ചോദിക്കും. എന്താണ് ഒരു ഭരണകൂടത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ മനുഷ്യരുടെ തൃപ്തിയാണ് ഭരണകൂടത്തിന്റെ തൃപ്തി എന്ന് പറയുന്നത്. അതാണ് സമൂഹത്തിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അത്തരത്തിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ മാറ്റേണ്ട ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് ആഘോഷവും ആഹ്ലാദവുമായി മാറ്റി തീർക്കേണ്ടതിന് പകരം അത് വലിയ കലാപത്തിലേക്കും അതേപോലെ തന്നെ കരച്ചിലേക്കും വിലാപങ്ങളിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ചുറ്റുപാടാണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് ദേവസ്വം ബോർഡ്, എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥര് എന്നുള്ള ഒരു വലിയ ചോദ്യമല്ല ഉയരുന്നത്. അതിന്റെ മുകളിലാണ് സർക്കാർ വരുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു,
കോടിക്കണക്കിന് രൂപയുടെ പണം വരുന്ന ഒരു തീർത്ഥാടനം കൂടിയാണത്. അപ്പൊ ഒരു തീർത്ഥാടനം ടൂറിസത്തിന്റെ സ്വഭാവം കൂടി ഇതിനകത്തുണ്ട്. ഇതെല്ലാം പരിഗണിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സർക്കാരിന് ഭക്തിയുടെ ആവശ്യമില്ല. സർക്കാർ വളരെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കാണിക്കേണ്ടതാണ്. ഗവേണൻസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അവർ ഭക്തി ശിരോമണിമാരാകേണ്ട ആവശ്യമില്ല. ഭക്തി അല്ല ഇവിടുത്തെ പ്രശ്നം. അതെ. കാര്യങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കേണ്ടതാണ്. ശൗചാലയങ്ങൾ എന്ന് പറയുന്നത് ക്ലീൻ ആക്കാനായാലും അതിന് ബയോ സംവിധാനങ്ങളുള്ള ശൗചാലയങ്ങൾ സ്ഥാപിക്കാം. കുറച്ച് കൺക്ലൂഡ് ചെയ്യാം സാർ, കൺക്ലൂഡ് ചെയ്യാം അല്ലേ അല്ലേ അത് അതെ. വേണേലും ചെയ്തൂടെ? അതെ. അത് ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വെറുതെ പുറത്തിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ അകത്തിരിക്കുന്നവർക്ക് എന്താണ് മനസ്സിലാവാത്തത്? കോടിക്കണക്കിന് രൂപ അവിടെ വരുമാനം ലഭിക്കുന്നുണ്ട്. ആ വരുമാനത്തിൽ നിന്ന് ഇതെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് തീർച്ചയായും. ചെയ്യണം എന്ന് പറയുന്ന ഒരു മനസ്സാണ് അവിടെ വേണ്ടത്. അത് തീർച്ചയായും. ചെയ്യുമ്പോൾ ഉം. ഉണ്ടാകേണ്ടത് കൃത്യമായിട്ടും ഇത് ഇവിടെ വരുന്നവരുടെ സന്തോഷമാണ് എന്ന് അവർക്ക് പറയാനായിട്ട് കഴിയണം. അങ്ങനത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെ ഉള്ള ആരാണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് അവിടെ കയറിയിരിക്കുന്നത്? തീർച്ചയായും. ഏതായാലും ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് ഈ അയ്യപ്പ സംഗമമൊക്കെ കോടികൾ ചെലവാക്കി നടത്തിയത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഭക്തർക്ക് സംതൃപ്തിയോടെ തൊഴുതു മടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ സിസ്റ്റം ഫെയിലർ എന്ന് പറയാനേ ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ. ഏതായാലും ഈ ചർച്ച അതായത് കഠിനം സർക്കാരെ എന്ന ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി തൗഫീഖ് രാജൻ, ഇടത് നിരീക്ഷകൻ LR വിനയേന്ദ്രൻ, അതോടൊപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനായ NM പിയേഴ്സൺ, 3 പേർക്ക് നന്ദി. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ജയ് ഹിന്ദ്.